ഹരേ കൃഷ്ണ. ഹനുമാനെ ബന്ധനസ്ഥനാക്കുന്ന കഥാഭാഗമാണ് ഞാനിവിടെ പറയുന്നത്. അക്ഷയകുമാരൻ മടങ്ങിപ്പോവുമെന്നാണ് ഹനുമാൻ കരുതിയത്. അങ്ങനെ അക്ഷയകുമാരനെ പീഡിപ്പിക്കാതെ കഴിക്കാമെന്നും ഹനുമാൻ നനച്ചു. അത്രയ്ക്കും ആഞ്ജനേയന് ആ ബാലനെ ഇഷ്ടപ്പെട്ടു പോയി. വെറും പയ്യനായ അവൻ്റെ ആകാരവടിവും പ്രായത്തിനൊത്ത അഭിമാനവും അന്തസ്സും ഹനുമാനെ വല്ലാതെ ആകർഷിച്ചു. തൻ്റെ സാരഥിയും രഥവും മറ്റും നഷ്ടപ്പെട്ടത് കണ്ടപ്പോൾ ആ കുമാരൻ്റെ രോഷം കത്തിജ്വലിച്ചു. അവൻ ആയുധവുമേന്തി ഹനുമാന്റെ മുന്നിൽ ചാടി വീണു. ഹനുമാൻ ആവുന്നത്ര ഒഴിഞ്ഞു മാറിയെങ്കിലും ആ രാക്ഷസകുമാരൻ വിട്ടില്ല. സഹി കെട്ടപ്പോൾ ഹനുമാൻ അല്പമൊരു അഭ്യാസമുറ തന്നെ പ്രകടിപ്പിച്ചു. കുമാരൻ്റെ 2 കാലിലും പിടിച്ച് വട്ടം കറക്കി ഒരു ഏർ വെച്ചു കൊടുത്തു. ആ ക്ഷണം വീണ സ്ഥലത്ത് കിടന്ന് അവൻ പിടഞ്ഞു മരിച്ചു. സൈനികർ പരിഭ്രാന്തരായി ഹഹാ എന്ന് വിളിച്ചുകൊണ്ട് ഓടാൻ ശ്രമിച്ചു. ഹനുമാൻ അവരെയും ബാക്കി വെച്ചില്ല. അതിനുശേഷം ഒന്നും സംഭവിക്കാത്ത മട്ടിൽ വീണ്ടും കൊടിമര ഗോപുരത്തിൻ്റെ ശിഖരത്തിൽ ചാടിക്കയറി നിശബ്ദനായി നിലയുറപ്പിച്ചു. അക്ഷയകുമാരൻ്റെ മരണവാർത്ത രാവണനെ അത്യധികം ദുഃഖിപ്പിച്ചു. അനുജന്റെ ദുരന്തമറിഞ്ഞ് ഇന്ദ്രജിത്ത് പിതാവിൻ്റെ സമീപം പാഞ്ഞെത്തി. രാവണൻ ദുഃഖത്തോട് ഇന്ദ്രജിത്തിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, മകനെ, നീ അക്ഷയകുമാരൻ്റെ മരണവാർത്ത അറിഞ്ഞില്ലേ? നാം ഇതെങ്ങനെ സഹിക്കാനാണ്? നീ സമയം കളയാതെ ചെന്ന് ശത്രുവിനോട് പകരം വീട്ടണം. ഒരിക്കലും അവനെ വിട്ടുകളയരുത്. ബ്രഹ്മാസ്ത്രം നിനക്ക് അധീനമാണല്ലോ. നീ അവനെ ബന്ധിച്ചു ഉടനെ നമ്മുടെ മുൻപിൽ കൊണ്ടുവരിക. നിന്റെ പരാക്രമം കാട്ടേണ്ട സമയമാണിത്. സേനാനായകന്മാരെ കൂട്ടിയതുകൊണ്ട് യാതൊരു കാര്യവുമില്ല. ശത്രു അത്ര ബലവാനാണ്. പിതാവിൻ്റെ മാനസികാവസ്ഥ മനസ്സിലാക്കിയ ഇന്ദ്രജിത്ത് പറഞ്ഞു, പിതാശ്രീ, അനുജന്റെ മരണം അങ്ങേപോലെ തന്നെ എന്നെയും വേദനിപ്പിക്കുന്നുണ്ട്. എൻ്റെ പ്രിയ സഹോദരൻ്റെ മരണത്തിന് കാരണക്കാരനായ ആ ഘാതകൻ ആരായാലും ശരി, അവനോട് പകരം വീട്ടുക തന്നെ ചെയ്യും. ഞാൻ ആ മരം ചാടിയെ പിടിച്ച് ബന്ധിച്ചു കൊണ്ടുവന്ന് അങ്ങയുടെ കാലടികളിൽ സമർപ്പിച്ചില്ലെങ്കിൽ ഞാൻ ഇന്ദ്രജിത്തല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ദ്രജിത്ത് രാവണനെ പ്രദക്ഷിണം വെച്ച് വന്ദിച്ചതിന് ശേഷം രഥത്തിൽ ഏറി. മകൻ്റെ പരാക്രമത്തിൽ സന്തുഷ്ടനായ ദശമുഖൻ മകനെ തലോടിക്കൊണ്ട് പറഞ്ഞു, മേഘനാഥ, നിന്റെ സഹോദര സ്നേഹം നമ്മെ സന്തുഷ്ടചിത്തനാക്കുന്നു. ഹരേ കൃഷ്ണ. ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത ഭാഗത്താണ്.